ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. മനുഷ്യനെ മനുഷ്യനാക്കുന്ന പല ജീവിത മൂല്യങ്ങളും നമ്മൾ മറന്നു, അതിനെ ചവിട്ടി തേച്ചു. അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിക്കാനും താക്കീത് നൽകാനും ഈശ്വരൻ അയച്ച ഒരു പ്രത്യേക ദൂതനായി ഈ കൊറോണയെ നമുക്ക് കാണാം. അല്പമെങ്കിലും ധർമ്മബോധത്തോടെ ജീവിതം നയിക്കാനും കർമ്മം ചെയ്യാനും ഈ ഓണക്കാലത്ത് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ലോകശാന്തിക്കായി പ്രാർത്ഥിക്കാനുള്ള വിലപ്പെട്ട മുഹൂർത്തമായി ഈ അവസരത്തെ നമുക്ക് വിനിയോഗിക്കാം. ദുഃഖത്തിൻ്റെ നടുവിലും സന്തോഷം കണ്ടെത്തുക, സന്തോഷത്തെ സൃഷ്ടിക്കുക. മറ്റൊരു വഴിയും കാണുന്നില്ല. മറ്റൊരു വഴിയും കാണാതിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാർഗം കണ്ടെത്തുമല്ലോ രക്ഷപ്പെടാൻ. 4 ചുറ്റും തീയാൻ വിട്ടുപോയ ഒരാൾ, നടുക്ക് വിട്ടുപോയ ആൾ, അത് കടക്കാൻ ഏതെങ്കിലും ഒരു വഴി കണ്ടെത്തുന്ന പോലെ നമ്മൾ ഭയക്കാതെ മുന്നോട്ട് പോകേണ്ട വഴിയാണ് കണ്ടെത്തേണ്ടത്. അമ്മ ഇത് പറയാൻ കാരണം, ചെറിയ ദുഃഖങ്ങളുടെ നടുവിലും തളർന്നു പോകുന്ന മക്കളെ അമ്മ കണ്ടിട്ടുണ്ട്. എന്നാൽ എത്ര വലിയ ദുഃഖങ്ങളുടെ നടുവിൽ പോലും പുഞ്ചിരിയോടെ കഴിയുകയും മറ്റുള്ളവർക്ക് സന്തോഷം പകരുകയും ചെയ്യുന്ന മക്കളുമുണ്ട്, അമ്മ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പല പല മക്കൾ അമ്മയ്ക്ക് എഴുത്തയച്ചതും ജീവിതം കേൾക്കുകയും കാണുകയും ചെയ്തു. ഒരു വീട്ടിലെ 6 പേർക്കും കൊറോണയാണ്. കൊറോണയായിട്ട് കിടക്കവർക്ക് വെച്ച് ഭക്ഷണം വെച്ച് കഴിക്കണം, അവർ തന്നെ വെച്ച് കഴിക്കുന്നു. അങ്ങനെ നീങ്ങുന്ന സമയത്ത് അടുത്ത വീട്ടിലെ പ്രായമുള്ള ഒരമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അവർക്ക് കൊറോണയാണ്. അപ്പം അദ്ദേഹത്തിന് ഓക്സിജൻ ഒത്തിരി താന്നുപോയി. അപ്പോൾ ഭാര്യ വെളിവെക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് അവർക്കറിയാം. അപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ അച്ഛൻ, അദ്ദേഹം കുറച്ച് പ്രായമുള്ള, എന്നാലും ഒരു വണ്ടി വിളിച്ചിട്ടും കിട്ടുന്നില്ല. ടാക്സികളൊന്നും കൊറോണ ഉള്ള രോഗികളെ ആസ്പത്രി കൊണ്ടുപോകാൻ വരുന്നില്ല. അപ്പം ആ വീട്ടിലൊരു കേടായ ഓട്ടോറിക്ഷ കിടന്നു. ഈ കൊറോണ വന്ന ആൾ, അപ്പുറത്തെ വീട്ടിലെ ആൾ, ഓട്ടോറിക്ഷ കുത്തിയിരുന്ന് ശരിയാക്കി. ഈ പ്രായമുള്ള ആൾ ഓട്ടോറിക്ഷയ്ക്ക് കയറ്റി ഡീസലടിച്ച് ഓരോ ഹോസ്പിറ്റൽ വാതിക്കലുമ്പോഴും ഫുള്ളാണ്, അടുത്ത ഹോസ്പിറ്റൽ ഫുള്ളാണ്. അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ച് ഒരു രാത്രിയിൽ ഒരു 10 മണി 11 മണി വരെ അദ്ദേഹം ചുറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ വാതിക്കെത്തി. അത് തീരെ സീരിയസ് കണ്ടപ്പോൾ വാതിക്ക് കൊണ്ടിട്ട് മുറിയില്ല പറയാൻ, എന്തെങ്കിലും ഓക്സിജനെങ്കിലും കൊടുക്കൂ. അങ്ങനെ കൊടുത്ത് അദ്ദേഹത്തിന് ഓക്സിജൻ കിട്ടി. അപ്പം അങ്ങനെ പിന്നിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. അല്ലാതെ ഇവിടെ കിടന്ന് മരിച്ചു പോയിന്. ആ ദുഃഖത്തിൽ വീട് മൊത്തം ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോഴും മറ്റുള്ള സഹായിക്കാൻ അത് തോന്നുകയും രക്ഷിക്കുകയും ചെയ്തു. അത്ര പേരുടെ ദുഃഖങ്ങൾ നടുവിൽ പോലും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ. അപ്പം അവരെ പോലെ ആകാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം, അതോടൊപ്പം മറ്റുള്ളവർക്കും ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളിൽ ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെ പൊന്നുമക്കൾ തളരാൻ പാടില്ല, സന്തോഷത്തെ സൃഷ്ടിക്കുക, അത് മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ള വഴി. വേറെ മോള് പറഞ്ഞു, അമ്മ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നതാണ് ഞങ്ങൾ, എല്ലാവർക്കും കൊറോണ വന്നു, പൈസയൊന്നുമില്ല, കടവുണ്ട്. അപ്പോൾ കുഞ്ഞിനാണ് ജോലിയൊന്നും പഠിച്ചിട്ട് കിട്ടിയില്ല, പല അപേക്ഷ അയച്ചിരിക്കുമ്പോൾ അങ്ങനെ കൊറോണ വന്ന് തളർന്ന് ഇനിയത്തെ മുന്നിൽ ഒരു വഴിയും കാണാനില്ല. എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കഴിക്കണമെങ്കിലും കടം മേടിക്കണം, അതിന് പോണേ ആർക്കും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അറിഞ്ഞമ്മ എൻ്റെ മോനെ ജോലിക്ക് ക്ഷണിച്ച് ഒരു കാർഡ് വന്നു. അപ്പോൾ ഒരു ധൈര്യം വന്നു. അപ്പോൾ ഏതെങ്കിലും പണം നോക്കി കിട്ടാൻ വഴിയുണ്ട് എന്ന് വെച്ച് ധൈര്യത്തോടെ ഫോണെടുത്ത്
അടുത്ത വീട്ടിൽ ചോദിച്ച് വല്ലതും എൻ്റെ മോന് ജോലി കിട്ടി, അത് കിട്ടുമ്പോൾ തരാം. അങ്ങനെ മുന്നോട്ട് പോയി അതിൽ നടന്ന് വന്ന അമ്മ. ഇതിപ്പോൾ നടന്ന സംഭവങ്ങളാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെക്കണം മക്കൾ. എന്തെങ്കിലും ഒരു നല്ലത് ഉള്ളിൽ വെച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനുഷ്യർ സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന അവസരമാണ് ഓണം. അങ്ങനെ നമുക്ക് പറ്റിയില്ലെങ്കിൽ അങ്ങനെ ആകേണ്ട അവസരമാണ് സത്യത്തിൽ ഓണം. ഓണം മാത്രമല്ല, ജീവിതം മുഴുവൻ അങ്ങനെ ആകണം. അന്നത്തെ കാലത്ത് എന്ത് നല്ലത് കിട്ടിയാൽ പങ്കുവയ്ക്കും. നമ്മൾ പറഞ്ഞില്ലേ, മാമ്പഴം പൊത്താൽ ചുറ്റുമുള്ള 6 വീട്ടിൽ കൊടുക്കും. അവരുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തരും. വാഴ കൊലച്ചാൽ അത് ഇത്ര പടല വെച്ചെടുത്ത് 6 വീട്ടിൽ തരും, ബാക്കി നമ്മൾ എടുക്കുള്ളൂ. പൊങ്കലിട്ടാൽ ചുറ്റും കൊടുക്കും, അവരും നമുക്ക് തരും. അപ്പം നല്ലത് പങ്കുവയ്ക്കുക അങ്ങനെയുണ്ട്. ബന്ധുക്കളുടെ വീട്ടിൽ ചെന്ന് നിന്നാൽ പോകുന്നതിലും കുറച്ച് പണം തരും. യാത്രാക്കൂലിയും എന്നും പറഞ്ഞിട്ട് തരുന്നതാണ്. 5-6 ദിവസം നിൽക്കുന്ന വഴിയാണെങ്കിൽ ഒരു ഉടുപ്പ് തയ്ച്ച് പാവാട തയ്ച്ച് അവിടെ തന്നിട്ടേ നമ്മളെ വിടുകയുള്ളൂ. തൻ്റെ ധർമ്മമാണത്. തൻ്റെ കുഞ്ഞിനെ പോലെ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ധർമ്മമാണ്. അല്ലാതെ ഇങ്ങനെ കൊടുക്കേണ്ടി വന്നല്ലോ എന്ന് വെച്ച് കൊടുക്കുന്നതല്ല. ഈ ഓണം വരുമ്പം തെങ്ങ് കയറാൻ വന്ന മക്കൾ, മറ്റുള്ള തൂക്കാൻ വന്ന മക്കൾ, എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കുമല്ലോ. ആ കാരുണ്യം കൊണ്ട് കൊടുക്കുകയല്ല, ആ സ്നേഹം കൊണ്ട് കൊടുക്കുകയല്ല. കൊടുക്കേണ്ട ഒരു നിയമമായതുകൊണ്ട് കൊടുക്കുന്നവരുണ്ട്. പണ്ട് അങ്ങനെയല്ല, അത് സ്വാഭാവികമായി അവരെ കൊടുക്കുന്നതായിരുന്നു. പഴഞ്ചൊല്ലുണ്ട്, കാണം വിറ്റു ഓണം ഉണ്ണണം. കാരണം ആ ദിവസം സന്തോഷമായിരിക്കണം എന്നുവെച്ചാൽ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ട് അത് മറ്റുള്ളവരെ പങ്കുവയ്ക്കാൻ ചെയ്യുകയും ചെയ്യണം. അൻപും തുമ്പും പുറത്തേ പോ, ആവണി ഓണം അകത്തേവ എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക, കാരുണ്യം കാണിക്കുക മറ്റുള്ളവരുടെ. തുമ്പെന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ പുറത്തേക്ക് കളയുക. എന്നിട്ട് ഓണം എന്ന് പറയുന്ന ആഹ്ലാദത്തിൻ്റെ തന്നെ നിറഞ്ഞു കഴിയുന്ന ആഹ്ലാദം അതകത്തേക്ക് വരാൻ പറയുകയാണ്. ഇഴുക്കളെല്ലാം മാറി പ്രകാശമായി തീരട്ടെ എൻ്റെ ഹൃദയം എന്നുള്ളൊരു തത്വം കൂടി അതിനകത്ത് വരുന്നു.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. So I was just wondering, like, we've been talking about this aspect of fear and surrender. Can you give any particular example of something that Amma actually told you when there was a stressful moment, a stressful period that kind of made that momentary anxiety kind of disappear? Is there any particular advice that Amma gave you in a situation that you can share with us? There are so many. It's happening, It's the best every one. day. Happening every day, countless. So for instance, in 1996, we had to face a serious and sensitive issue in one of our institutions. It was none of our fault, but it happened. And being a very delicate, the situation demanded extreme caution while handling it. And at one point, it became very crucial that a representative from the ashram side had to be stationed in the capital city of Kerala until the problem was sorted out. And the next question was, who will go? It was in 1996. So we had brainstorming sessions but couldn't find a spokesperson. And none of us had any experience in dealing with such a situation. It was so sensitive, it was so intense. So no one dared to take the responsibility. And it was then a message came from Amma, and the message was for me. And it was a simple message. Son, you should leave for Trivandrum immediately. And I was startled. And I was gripped by fear. I was totally in fear. And in that state of anxiety and fear, I had no idea how to handle this huge task. So I ran to Amma's room. Literally ran to Amma's room. And said, Amma, I can't manage this. This is such a huge task. There is so many risks involved. I have no idea how to handle it. I know nothing about the situation, nor do I know any political tactics. I'm not a politician. So I argued, protested, but Amma was firm. She did not budge. And she looked at me and then pointed to her body. She looked at me and pointed to her body and said, this ashram and all the institutions are also Amma's body. Everything is her body. So do your dharma. Just go. Don't worry. Amma is with you. And that was it. And that was more than enough. All doubts, concerns, and apprehensions vanished. And I felt like a warrior, ready to go to the battlefield. So when a warrior goes to the battlefield, he doesn't know whether he is going to come back or not. So, and I remember another incident. Even after I started living with Amma, there was one incident which I couldn't forget. Something that happened, before my joining the ashram. I couldn't forget and I couldn't forgive the person involved with it. It took place when I was in the 8th grade. 8th grade means I was maybe 13 or 14 years old. And I was not even a major. I was a minor. And my parental grandfather was the villain in the story. Not that he was a bad person, but he was an extremely self-centered person. Extremely. And he had no qualms when it came to hurting someone with his words or deeds. So during that period, that was when I was in the 8th standard, 8th grade, I contracted chickenpox. Okay.
and lost 1 year in school. And one day during that time, some highly educated people from my grandfather's side was going to visit us. 1 hour before they arrived, my grandfather, my father's father, he approached me and said something really, really sharp and deeply hurting. And I couldn't forget that. I couldn't forgive that person. It shook the very root of my soul. I raised my voice against him. He almost slapped me. But like a martial artist, I caught hold of his hand. The next moment, I burst into tears and ran away from the house and went to my aunt's house, father's sister's house. I couldn't control my tears. I only showed my face long after his relatives left. And this incident remained unresolved within me. I never forgave my grandfather for what he said to me on that day. I don't want to say what he said. And one day, a year and a half after meeting Amma, I told Amma this incident. Amma listened. She was very compassionate, as always. But she did not say anything. She did not say anything. She just looked at me, gave me one of those most compassionate, loving glances, and affectionately rubbed my chest. That was it. That was it. And I don't know what happened. A melting experience. The weight was lifted in no time. So, to conclude, when Amma tells us Amma is with you, she really means it. Even in our darkest hours, when we are completely consumed with fear, we need to hold on to that faith. The faith, Amma is always going to carry me through. And this faith itself is enough to lessen so much of our burden. So the effort we make during such challenging situation, as Amma said last night, when she saw her children, please don't despair. Have confidence, self-confidence. Never lose self-confidence. So the effort we make during such challenging situations may be small and minimal. Even so, the return, the reward will be astounding. And this is why Amma says the interest rates in God's bank are way too high, perhaps unlimited.